തൃശൂർ ജില്ലാ പഞ്ചായത്ത് തളിക്കുളം ഡിവിഷൻ SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും ആദരിച്ചു. പ്രതിഭോത്സവം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് തളിക്കുളം ഡിവിഷൻ മെമ്പറും ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഷക്കീല ടീച്ചർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻസില ഗിരി, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സേവ്യർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഡബ്ബർഗഡി എന്ന പേരിൽ അറിയപ്പെടുന്ന റിജാസ് KA, പാട്ട് ഫാമിലി എന്ന പേരിൽ അറിയപ്പെടുന്ന നിഷാദ്, സജ്ന, ദിൽറുബ, ദിൽബർ എന്നിവരും വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. തളിക്കുളം ഡിവിഷനിൽ ഉൾപ്പെടുത്തുന്ന ഏങ്ങണ്ടിയൂർ, വാടാനപ്പള്ളി, തളിക്കുളം, നാട്ടിക എന്നീ 4 പഞ്ചായത്തുകളിൽ നിന്നായി SSLC +2 ഫുൾ A+ നേടിയ 134 വിദ്യാർത്ഥികളെയും SSLC പരീക്ഷയിൽ 100% നേട്ടം കൈവരിച്ച GVHSS തളിക്കുളം, GFHSS നാട്ടിക, GHSS വാടാനപ്പള്ളി, KNMVHSS വാടാനപ്പള്ളി, മോഡൽ HS പുതിയങ്ങാടി, നാഷണൽ HSS ഏങ്ങണ്ടിയൂർ, സെന്റ് തോമസ് HSS ഏങ്ങണ്ടിയൂർ, SN ട്രസ്റ്റ് നാട്ടിക എന്നീ 8 സ്കൂളുകളെയും വിശിഷ്ടാതിഥികളും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച 18 പേരും ഉൾപ്പെടെ 160 പ്രതിഭകളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ചടങ്ങിൽ കുട്ടികൾക്കായി HCL ടെക് സ്റ്റേറ്റ് ലീഡർ ടീന, സ്റ്റാഫ് അഭിജിത്ത് എന്നിവർ വിദ്യാർത്ഥികൾക്കായി കോഴ്സുകളെക്കുറിച്ചുള്ള അവയർനെസ് ക്ലാസ് നടത്തി. ചടങ്ങിൽ അദ്വൈത് അനീഷ് പിയാനോ വായിച്ചും അച്ഛൻ അനീഷ് പാട്ടുകൾ പാടിയും ചടങ്ങ് മനോഹരമാക്കി. കളരിപ്പയറ്റിൽ വടിവീശൽ ഇനത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2026 ലഭിച്ച ഷമീർ ഗുരുക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, ബ്ലോക്ക് മെമ്പർമാരായ KB സുധ, ഷൈന മുഹമ്മദ്, TP സോമൻ, സന്തോഷ് കേരാച്ചൻ, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോളി ബാബു, വാർഡ് മെമ്പർമാരായ ഷമീർ നാലകത്ത്, റഷീദ സൈനുദ്ദീൻ, ജൽവി അജയ്കുമാർ, റോഷ്നി ടീച്ചർ, പവിത്രൻ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ EPK സുഭാഷിതൻ, സുബിൻ നാസർ, വിശ്വംഭരൻ മാസ്റ്റർ, KR സീത, UK ഗോപാലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തളിക്കുളം ഡിവിഷന്റെ പരിധിയിലുള്ള 100% കൈവരിച്ച 8 സ്കൂളുകളിലെയും പ്രധാന അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുപ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. TK വിമല, AN നിസാർ, PS രാജീവ്, കല ടീച്ചർ, PS ഗിരീഷ്, ഷക്കീർ, ഷഫീഖ്, തങ്കമണി, പത്മപ്രിയ, സാബിദ്, ഷജീർ, ഹാഷിം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പുതിയൊരു മേഖലയിലേക്ക് കടക്കുകയാണ്. ശരിക്കും ഒരു ടേണിംഗ് പോയിന്റാണ് +2 എന്ന് പറയുന്നത്. താൻ എന്താണ് അടുത്ത എൻ്റെ ഒരു കരിയറിലേക്ക് ഞാൻ പോകേണ്ടത്, ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്, ഏത് വിഷയമാണ് ഞാൻ എടുക്കേണ്ടത്, ഡിഗ്രി പഠനത്തിനാണോ പോകേണ്ടത്, പ്രൊഫഷണൽ കോഴ്സുകളിലേക്കാണോ പോകേണ്ടത്,
എന്നൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ട്രെയിനിങ് പോയിൻ്റാണ് പ്ലസ് ടുവിന് നമ്മൾ കാണുന്നത്. SSLC എന്ന് പറഞ്ഞാൽ സാധാരണ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു, നമുക്ക് സയൻസ് ഗ്രൂപ്പ് എടുക്കണോ, കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കണമോ, അതെയോ ഹ്യൂമാനിറ്റീസ് എടുക്കണമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് അത്തരത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് പ്ലസ് 1ലേക്ക് നമുക്ക് പ്രവേശനം നേടി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊരു ഉന്നതമായ വിജയം നേടുമ്പോൾ നമ്മൾ കുട്ടികൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഉന്നതമായ വിജയത്തിൽ നിങ്ങളുടെ രക്ഷിതാക്കൾക്കുള്ള പങ്ക്. ഇവിടെ രക്ഷിതാക്കൾ ധാരാളമായി വന്നത് അതെനിക്ക് വലിയ സന്തോഷമായി. സാധാരണയായി കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ, രക്ഷിതാക്കളുടെ എണ്ണം വളരെ കുറവായിരിക്കും. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ കുട്ടികളെക്കാൾ ഉപരിയായി രക്ഷിതാക്കൾ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കൾ യഥാർത്ഥത്തിൽ കൊണ്ട വെയിലും അവരുടെ അധ്വാനവുമാണ് നമുക്കിങ്ങനെ ഉന്നതമായ ഒരു വിജയം നമുക്ക് നേടിത്തരാൻ ഇടയാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ രാത്രിയെ പകലാക്കി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കൂട്ടിയിരിക്കുന്ന നമ്മുടെ അമ്മ നമുക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് തന്ന് നമ്മളോടൊപ്പം കൂട്ടിയിരുന്നു. രാവിലെ 4 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ വിളിച്ചുണർത്തി നമുക്ക് കട്ടൻ കാപ്പി ഉണ്ടാക്കി തന്ന് നമ്മളോടൊപ്പം കൂട്ടിരുന്ന് നമുക്ക് ഉന്നത വിജയം നേടാൻ വേണ്ടി നമ്മുടെ അമ്മയും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ ഈ കുട്ടികൾ നന്നായി പഠിക്കും എന്നുള്ളതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ അഭിമാനകരമായിട്ടുള്ള ഒരു അവസരം അല്ലെങ്കിൽ അതുകൊണ്ടൊരു വിജയം അവർ നമുക്ക് നേടിത്തരും എന്നുള്ളതിൻ്റെ ഭാഗമായി കൂടി അവരെ കൂടുതൽ ശ്രദ്ധിച്ച് അവരെ പഠിപ്പിക്കാനും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഒക്കെ നമ്മളോടൊപ്പം നമ്മുടെ അധ്യാപകരുണ്ടായിരുന്നു. ഈ പൊതുസമൂഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഏത് കരിയർ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഒരു വിഷയം 63 കോടി രൂപയോളം പഞ്ചായത്തുകൾക്കായിട്ട് നമ്മൾ ജില്ലാ പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം കൂടി അറിയിക്കണം എല്ലാ പഞ്ചായത്തുകൾക്കായിട്ട്. അതിൻ്റെ വിഹിതം പഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും എല്ലാവർക്കും അതിൻ്റെ വിഹിതം ലഭിക്കും. അതൊരു ഭാഗമായിട്ട് വരും. പിന്നെ ഡിവിഷൻ്റെ പദ്ധതികൾ വരും. ഇതിനപ്പുറം ഈ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ നല്ല എന്താ പറയുക, ശരിക്കും പറയുമ്പോൾ ഇതിന് നല്ല രീതിയിൽ സാമ്പത്തിക സഹായം നൽകാൻ സാധിക്കുന്നവരെ കൂടി കണ്ടെത്തിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയുള്ള പ്രൊജക്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. അമൃത സൂപ്പർ സ്റ്റാറില് MG ശ്രീകുമാർ, ശരത് സാറ്, അതുപോലെ തന്നെ ഷാൻ, അതുപോലെ തന്നെ മഞ്ജരി, ഇവരൊക്കെ ഇരിക്കുന്ന വേദിയിൽ ഞങ്ങളെ പാട്ട ഫാമിലിയെ ഗസ്റ്റ് ആയിട്ട് അവിടെ വിളിച്ചെന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ പാടാൻ കയറിയപ്പോൾ പാട്ട ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ MG ശ്രീകുമാർ ഞാൻ കാണലുണ്ട്, ഇവരുടെ പാട്ടൊക്കെ ഞാൻ കാണലുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ഒരുപാട് ഓഡീഷനിൽ പോയിട്ട് ഇവരൊക്കെ കാണാൻ കൊതിച്ച നിമിഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും എന്താ പറയാ, നമ്മളിപ്പോ ഒരു മേഖലയിലേക്ക് കടക്കുമ്പോൾ, നിങ്ങളിപ്പോ ഇനി 10th plus 2 കഴിഞ്ഞിട്ട് ഒരു മേഖലയിലേക്ക് കടക്കാൻ പോവാണ്. എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ആ ഒരു മേഖലയിൽ ഡിഫറെന്റ് ആയിരിക്കണം, യൂണീക്ക് ആയിരിക്കണം. ഒരു എഞ്ചിനീയർ, ഇഷ്ടംപോലെ എഞ്ചിനീയർമാരുണ്ടാവും ഈ ലോകത്ത്. നമ്മളുടെ സ്കില്ല് ഡിഫറെന്റ് ആയിരിക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ അടിച്ചു കയറി പോകാൻ പറ്റുള്ളൂ. മാത്രമല്ല ഹാപ്പിനെസ് ആണ് ഇമ്പോർട്ടന്റ്. ഒരുപാട് പണമൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഹാപ്പിനെസ് ഇപ്പൊ എനിക്ക് സമയമില്ല, പക്ഷെ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്റെ നാടെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. കളിക്കുളത്തുകാരെന്നെ ഭയങ്കര സപ്പോർട്ട്. പണ്ടൊന്നും എന്നെ ആരും അറിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോ ബൈക്കിൽ പോകാൻ എല്ലാത്തിയാതി അതൊക്കെ കാണുമ്പോൾ സന്തോഷം. അതുപോലെ തന്നെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട്. അവരുടെ ഒക്കെ പ്രാർത്ഥന കൂടെ ഉണ്ട്. അപ്പൊ ഇനിയും ഇതുപോലുള്ള തമാശ കലർത്തിയ വീഡിയോ ആയിട്ടും കുറിത്ത പറഞ്ഞ പോലെ സമൂഹത്തിന് നല്ല ചെയ്യുന്ന വീഡിയോ ആയിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോ പഠനത്തിൽ A+ നേടി. അതൊരുപാട് കഠിനമായ ദ്വാരമുണ്ട്. മാതാപിതാക്കളുടെ, ട്യൂഷൻ തന്നവരുടെ, അധ്യാപകരുടെ എല്ലാവരുടെയും നല്ല കഠിനമായ ശ്രമത്തിന്റെ ഭാഗമായി A+ ലഭിച്ചു. ഇനി A+ മേടിക്കാനുള്ള തുടക്കം ഇവിടുന്ന് കുറിക്കുകയാണ്. കാരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ പ്രിയപ്പെട്ട എൻ്റെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. എനിക്ക് അഭിമാനം CSMലെ കുട്ടിയാണ്. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദിൽരൂപ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുകയാണ്. 2 പേരല്ല 3 പേരും പഠിക്കുകയാണ്. അത് കൂടുതൽ സന്തോഷമാണ് ഞങ്ങൾക്ക്. അതുപോലെ നല്ല വാക്ക് കേൾക്കാൻ ഈ രക്ഷകർത്താക്കൾ കഴിയണം. അതിന് ജീവിതത്തിൽ A+ വേണം. അത് വലിയ എളുപ്പമല്ല. അത് കുറച്ച് പണിയെടുക്കണം. പഠനത്തിൽ A+ ആണ്, പക്ഷെ അതുകൂടെ എല്ലാം നേടിയത് തോന്നലുണ്ടാവരുത്. തൊട്ടപ്പുറത്തുള്ള വേദന, സമൂഹത്തെ കുറിച്ച് അറിയുക,
എല്ലാ ചുറ്റുപാടുകളെ കുറിച്ച് അറിയാം. അതൊന്നും ഇഷ്ടമുള്ളവരും കേൾക്കാം, പക്ഷെ അതിനെ കുറിച്ചൊക്കെ അറിയണം. പത്രം വായിക്കുക. തുടർന്ന് നിങ്ങൾ കൈവയ്ക്കുന്ന തുടർന്നു പോകുന്ന എല്ലാ മേഖലയിലും ഇതുപോലെയുള്ള ആദരവ് നേടുവാനുള്ള ഒരു പരിശ്രമം ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ സജിത കുഞ്ഞിയെ ക്ഷണിച്ചുകൊള്ളു. സാർത്ഥകമാക്കിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വല്ലാത്ത ആവുന്നുണ്ട് കേട്ടോ. പിന്നെ തളിക്കുളത്ത് ഒരു 5 സെന്റ് സ്ഥലവും ചെറിയൊരു വീടും കിട്ടാനുണ്ടെങ്കിൽ വാങ്ങിയാലോ എന്ന് എനിക്കൊരു ചിന്ത. കാരണം പ്രതിഭാസമ്പന്നരായ ഒരുപാട് പേരെ ഇവിടെ പരിചയപ്പെടുത്തുന്നതൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഈ തളിക്കുളം ഡിവിഷനിൽ ഈ പ്രദേശത്ത് ധാരാളം കഴിവുള്ള കലാകായിക രംഗത്തും സാഹിത്യ രംഗത്തും ഒക്കെ തന്നെ വ്യത്യസ്തങ്ങളായ ആളുകളൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കഴിവുള്ള പ്രതിഭകൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണിതെന്ന് മനസ്സിലായി. ഒരു ഉത്സവ ലഹരിയിലാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്.